നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ ആകാനല്ല, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുവാനാണ്. കാരണം നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കണ്ടു, കർത്താവ് നമ്മളെ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് വിളിച്ചു, തെരഞ്ഞെടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വേർതിരിവും കൂടെയാണ്. ചോസൻ ആൻഡ് സെപ്പറേറ്റഡ് ഫോർ എ പർപ്പസ്. ഒരു പർപ്പസിന് വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, നമ്മളെ തെരഞ്ഞെടുത്തു, വേർതിരിച്ചു, നമ്മളെ വ്യത്യസ്തരാക്കി. നമ്മൾ ലോകക്കാരല്ല. യേശുവും ലോകക്കാരനല്ലായിരുന്നു. യേശു ലോകക്കാരനല്ലാതിരുന്നത് കൊണ്ട് യേശുവിനെ ലോകം പകച്ചു. നമ്മൾ ലോകക്കാരാണെങ്കിൽ ലോകം നമ്മളെ പകയ്ക്കത്തില്ല, ലോകം നമ്മളെ സ്നേഹിക്കും. കാര്യം കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. നമ്മൾ ലോകക്കാരല്ല. ആ ഒരു തിരിച്ചറിവ് ഇന്ന് സഭയിൽ എല്ലാവർക്കും ഉണ്ടാകണം. വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്. നമ്മൾ ലോകക്കാരല്ല, നമ്മൾ വ്യത്യസ്തരാണ് എന്നുള്ളത് നമ്മൾ തന്നെ അറിയണം. നമ്മൾ അറിയുമ്പോൾ അത് മറ്റുള്ളവരും അറിയും. അതുകൊണ്ട് നമ്മളുടെ ഐഡന്റിറ്റി, ഞാൻ ആരാണ് എന്നുള്ളത് ഞാൻ അറിയണം. ഞാൻ ആരാണ് എന്നുള്ളത് ഞാൻ അറിയുമ്പോൾ നാച്ചുറലി മറ്റുള്ളവരും അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എൻ്റെ ഐഡന്റിറ്റി, ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമുക്കൊത്തിരി പ്രശ്നം ഉണ്ടാകുമായിരിക്കും. പ്രശ്നം യേശുവിനും ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കുന്നത്, യേശു വ്യത്യസ്തനായിരുന്നത് കൊണ്ട് ലോകം യേശുവിനെയും പകച്ചു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അതിനു മുമ്പ് തന്നെ എന്നെ പകച്ചു. അങ്ങനെ യേശുവിന് കിട്ടുന്നത് മതി നമുക്ക്. യേശുവിനെ പകച്ച ലോകത്തിൽ നിന്ന് സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല. ആ ലോകം നമ്മളെ പകയ്ക്കും. പക്ഷേ നമ്മൾ വ്യത്യസ്തരാണ് എന്നുള്ളത് ലോകവും അറിയണം. നമ്മളെ വ്യത്യസ്തത സൂക്ഷിക്കണം. ആ വ്യത്യസ്തത, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എലക്ട് റേസ് ആണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. 1 പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കണ്ടതാണ്. നമ്മൾ ആരാണ്? മുമ്പേ നമ്മൾ ജനമല്ലാത്തവരായിരുന്നു, പക്ഷെ ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ അറിയണം. മുമ്പേ കരുണ ലഭിക്കാത്തവർ, ഇപ്പോൾ കരുണ ലഭിച്ചവർ. പക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായി പറയുന്നത്, മുമ്പേ നമ്മൾ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോൾ ദൈവത്തിന്റെ ജനം. ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാനൊരു ദൈവ പൈതലാണ്. ആ ഐഡന്റിറ്റിയുടെ തിരിച്ചറിവാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ കാര്യം അതാണ്. ആ ഐഡന്റിറ്റിയുടെ തിരിച്ചറിവാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. എൻ്റെ ഐഡന്റിറ്റി, ഞാൻ ആരാണെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി കഴിഞ്ഞാൽ നാച്ചുറലി എൻ്റെ ജീവിതം വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തരാവുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബി ഡിഫറൻറ്റ്, ഡെയർ ടു ബി ഡിഫറൻറ്റ്. വ്യത്യസ്തരാകുവാൻ നമ്മൾ ധൈര്യമുള്ളവരായിരിക്കുക. ആ വ്യത്യസ്തരാകുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മൾ ആരാണ് എന്നുള്ള തിരിച്ചറിവാണ്. ഞാൻ തന്നെ അറിയണം ഞാൻ ആരാണെന്നുള്ളത്. ആ ഐഡന്റിറ്റി, നമ്മൾ വ്യത്യസ്തരാണെന്നുള്ള, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് അതാണ്. അലക്സാണ്ടർ രാജകുമാരന്റെ കാര്യം നമ്മൾ കേട്ടല്ലോ. അലക്സാണ്ടറിന്റെ പിതാവ് പറഞ്ഞു, നീ തെരുവ് കുട്ടികളുടെ കൂടെ കളിച്ചു നടക്കുമ്പോൾ ഓർക്കണം നീ ആരാണ്, നീ ആരാകാനുള്ളവനാണ്. ഈ 2 കാര്യങ്ങൾ നീ മറന്നു പോകരുത്. നീ ആരാണ്, നീ ആരാകാനുള്ളവനാണ് എന്നുള്ളത് നീ മറന്നു പോകരുത്. അതെ, നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നാച്ചുറലി നമ്മൾ വ്യത്യസ്തരായി ജീവിക്കുവാൻ തീരുമാനമെടുക്കും. മറ്റുള്ളവരെ പോലെ ആവുകയില്ല നമ്മൾ. എൻ്റെ ഐഡന്റിറ്റിയുടെ തിരിച്ചറിവാണ് എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദാനിയേലിന്റെ ചരിത്രം ഒന്ന് പഠിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാനിയേല് അത്ര മോശക്കാരനൊന്നും അല്ലായിരുന്നു. യെരുശലേമിൽ ഏറ്റവും മെച്ചപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിൽ രാജാവിൻ്റെ സന്നിധിയിൽ നിൽക്കത്തക്ക രീതിയിൽ ജ്ഞാനത്തിലും വളർച്ചയിലും എല്ലാം ഏറ്റവും കഴിവുള്ള, അല്ലെങ്കിൽ അവിടെ നമ്മൾ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്
രാജാവ് തന്റെ ഷണ്ണന്മാരിൽ ഒരുത്തനായ അശ്വനാസിനോട് പറയുന്നത്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാനും കൽപ്പിച്ചു. അപ്പോൾ ദാനിയേൽ, മിശായേൽ, ഹനനയ, അസറയ എന്നീ 4 യഹൂദ യുവാക്കൾ അവരെങ്ങനെയുള്ളവരായിരുന്നു? അവര് രാജസന്തതിയിൽപ്പെട്ടവര്, കുലീനന്മാര് എന്ന് തന്നെയല്ല, ഞാൻ നമ്മളെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അംഗഹീനമില്ലാത്തവര്, സുന്ദരന്മാര്, സകല ജ്ഞാനത്തിലും നിപുണന്മാര്, അറിവിൽ സമർത്ഥന്മാര്, വിദ്യാപരിജ്ഞാനികള്, രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാര്, അങ്ങനെയുള്ള ദാനിയേൽ രാജകൊട്ടാരത്തിൽ ചെന്നു. ഏത് രാജകൊട്ടാരത്തിൽ? ബാബേലിലെ രാജകൊട്ടാരത്തിൽ. ബാബേൽ രാജാവിന്റെ കൊട്ടാരത്തിലാണ് അവരുടെ താമസം. ഇപ്പോൾ രാജാവിന്റെ മേശയിൽ നിന്നാണ് ഭക്ഷിക്കുന്നത്. അത് ഒരു പരിധിവരെ കൽപ്പന പോലെയാണ്, കൽപ്പനയുമാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനെ ഇതൊരു കൈൻഡ് ഓഫ് മൈഗ്രേഷൻ, അത് ഒരു നിർബന്ധപൂർവമായ ഒരു മൈഗ്രേഷൻ ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ഒരു കുടിയേറ്റമാണ്. ആ കുടിയേറ്റത്തിൽ സ്വാഭാവികമായി മാനുഷികമായി മാത്രം ചിന്തിക്കുന്നവരാണെങ്കിൽ ഇവർ വലിയ പദവിയിലേക്ക് പോയെന്നേ ചിന്തിക്കാൻ കഴിയുള്ളൂ. യെരുശലേമിൽ എന്താ ഉള്ളത്? ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം. കമ്പയറിംഗ് ടു ബാബിലോൺ, ബാബിലോണുമായി താരതമ്യം ചെയ്താൽ യെരുശലേമിൽ എന്താ ഉള്ളത്? there is nothing comparing to. ഞാൻ യെരുശലേം മോശമാണെന്നല്ല പറയുന്നത്. അന്ന് ബാബേലുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, താരതമ്യം ചെയ്താൽ യെരുശലേം ഒന്നുമല്ല. അങ്ങനെ യെരുശലേമിലെ ഒരു ചെറിയ പശ്ചാത്തലത്തിൽ നിന്ന് ബാബേലിന്റെ വിശാലതയിലേക്ക്, അവിടുത്തെ രാജകൊട്ടാരത്തിലേക്ക് രാജാവിൻ്റെ അസ്മാദികളായിട്ട് കയറി വരുവാൻ കഴിയുന്ന നിലയിൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ നാച്ചുറലി അവരുടെ ടെൻഡൻസി ഹ്യൂമൻ വേയിൽ ആലോചിച്ചാൽ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ഒരു ബാബിലോണിയൻ ആവുക എന്നുള്ളതായിരിക്കും. ഒരു ബാബിലോണിയൻ ആവുക. അവിടെ യെരുശലേമിനെ ഓർത്തോണ്ടിരിക്കാനായിട്ട് അവരൊരു പക്ഷേ തയ്യാറായില്ലെന്നിരിക്കും. പക്ഷേ ദാനിയേൽ അങ്ങനെ അല്ലായിരുന്നു. ദാനിയേൽ അങ്ങനെയല്ല. ഒരു സമൃദ്ധിയുടെ ലോകത്തിലേക്ക് നമ്മളിപ്പോൾ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരം പോലെയുള്ള ഒരു സാധാരണ പട്ടണത്തിൽ, ഒരു സിറ്റിയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ IBMന്റെ ഒരു സീനിയർ എക്സിക്യൂട്ടീവായിട്ട് വാഷിങ്ടണിലേക്കോ മറ്റോ, അല്ലെങ്കിൽ അവരുടെ ഓഫീസിലേക്കോ മറ്റോ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ വലിയൊരു പോസ്റ്റിൽ ഇയാളെ നിയമിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി നമുക്കുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിക്കുണ്ടാകുന്നത് വലിയ സന്തോഷമായിരിക്കും. പിന്നെ ഒരു പരിധി വരെ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നതെന്ന് പറയാൻ പോലും അവർക്ക് വലിയ ആഗ്രഹമൊന്നും കാണത്തില്ല. അത് മറക്കാനായിരിക്കും അവർ പരിശ്രമിക്കുന്നത്. എന്നാൽ ദാനിയേലും അവൻ്റെ കൂട്ടുകാരും ഈ സമൃദ്ധിയുടെ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും അവരാരാണ് എന്നുള്ളത് മറന്നില്ല. അവരുടെ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആരാണ് എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നാച്ചുറലി അവർക്ക് എന്ത് വേണം? അവർക്ക് രാജാവ്, അവർക്ക് നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനനയ, മീശായേൽ, അസറയ എന്നീ യഹൂദ പുത്രന്മാർ ഉണ്ടായിരുന്നു. നോക്ക്, അവിടെ രാജാവിന്റെ കൽപ്പനയാണ്, രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. എന്നാൽ
അവരെ സംബന്ധിച്ചിടത്തോളം അവരാരാണെന്ന് ബോധ്യമുള്ളവരായിരുന്നു. ദാനിയേൽ അവൻ ആരാണെന്ന് അവൻ അറിയാമായിരുന്നു. അവന്റെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ബോധ്യം, ആ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ബാബിലോണിയരിൽ നിന്ന് വ്യത്യസ്തനാകുവാൻ അവൻ തീരുമാനമെടുത്തു. കൽദയരിൽ നിന്ന് വ്യത്യസ്തനാകുവാൻ അവൻ തീരുമാനമെടുത്തു. അപ്പൊ ഐഡന്റിറ്റിയുടെ ബോധ്യമാണ് വ്യത്യസ്തരാകുവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്, അതിനുവേണ്ടി ഒരുക്കുന്നത്. ദാനിയേൽ എന്താ പറയുന്നത് 8-ാമത്തെ വാക്യത്തിൽ? എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. He resolved himself that he will not defile himself with the food that is served on the table of the king and the wine that the king drinks. റിസോൾവ് എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. നിശ്ചയിച്ചുറച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദാനിയേൽ പറയുക, ദൈവം സഹായിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഒരു വീഞ്ഞൊന്നും കുടിക്കാതൊക്കെ ജീവിക്കണമെന്നുണ്ട് എന്നല്ല. ദാനിയേൽ പറയുന്നത് നിശ്ചയിച്ചുറച്ചിരിക്കുകയാണ്. എന്താ പറയുന്നത്? രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും എന്നെ തന്നെ ഞാൻ അശുദ്ധമാക്കുകയില്ല എന്ന് നിശ്ചയിച്ചു, ഹൃദയത്തിൽ നിശ്ചയിച്ചു. ആ റെസൊല്യൂഷനാണിത്. റിസോൾവ് എന്ന് പറയുമ്പോൾ തല പോയാലും ഞാനത് ചെയ്യത്തില്ലെന്ന് പറയുന്നതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. തല പോയാലും ഞാൻ എൻ്റെ വ്യത്യസ്തത മാറ്റിക്കളയുകയില്ല. ഐ ആം ഡിഫറൻറ്റ്, ഐ ആം നോട്ട് എ കാൽഡിയൻ. ഞാൻ കൽദയനല്ല, ഞാൻ ബാബിലോണിയൻ അല്ല, ഞാൻ യഹോവയുടെ ജനമാണ്, ഞാൻ ഇസ്രായേല്യനാണ്. ഞാൻ ആരാണെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ, അതായിരുന്നു ദാനിയേലിനുണ്ടായിരുന്നു. ദാനിയേലിനറിയാം, ദാനിയേൽ താമസിക്കുന്നത് ബാബിലോണിലാണെങ്കിലും രാജകൊട്ടാരത്തിലാണെങ്കിലും രാജാവിന്റെ ജോലിക്കാരനാണെങ്കിലും കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ദാനിയേലിന്റെ ഐഡന്റിറ്റി കണ്ടെത്തിയത് അവന്റെ ജോലിയിലോ അവന്റെ പുതിയ രാജ്യത്തിലോ ഒന്നുമല്ല. അവൻ മറ്റൊരു രാജ്യത്ത് പരദേശിയായി പാർക്കുകയാണ്. അവൻ എപ്പോഴും അറിയാമായിരുന്നു, അയമൻ ഇസ്രായേലായി, ഞാനിവിടെ പരദേശിയാണ്. ആ ഒരു ബോധ്യം. അങ്ങനെ ഞാനൊരു പരദേശിയാണെന്ന് പറയും. പരദേശിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ? ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ ഇവിടുത്തുകാരനല്ല. ഈ ഒരു ബോധ്യമാണ് നമ്മളെ ശരിക്കും നമ്മളെ ഐഡന്റിറ്റി വളർത്തുന്നത്, നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അവൻ ആ രാജ്യത്ത് ചെന്നപ്പോൾ ആ രാജ്യത്തോട് ചേർന്ന് നിൽക്കാൻ അല്ല പരിശ്രമിച്ചത്. അവന്റെ ദൈവത്തെ അവൻ വിട്ടുകളഞ്ഞില്ല. അതേപോലെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് അവര് പേരിട്ടു. പക്ഷെ അവരവരെ തന്നെ വിളിക്കുന്നത് ഹനന്യ, മിശായേൽ, അസറിയ, ദാനിയേൽ. ഇവരാരും അവരുടെ ഐഡന്റിറ്റി വിട്ടുകളഞ്ഞില്ല. അവരുടെ ഐഡന്റിറ്റി മായ്ച്ചു കളയാനായിട്ട് ബാബിലോണിയർ പരിശ്രമിച്ചു. അവരുടെ പേര് തന്നെ അങ്ങ് മാറ്റി, പേര് തന്നെ മാറ്റാൻ പരിശ്രമിച്ചു. ദാനിയേൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ പേരുകൾ വായിച്ച ഒരു പ്രത്യേകതയുണ്ട്. ദാനിയേൽ, ഹനനയ, മിശായേൽ, അസറിയ, ഇവരുടെ എല്ലാം പേരിന്റെ ഒടുവിൽ യാ, ഏൽ എന്നീ 2 വാക്കുണ്ട്. ഏതെങ്കിലും ഒരു വാക്ക്, ഏൽ, യാ എന്ന് വെച്ചാൽ അവരുടെ പേര് അവരുടെ പിതാക്കന്മാരിട്ടത് അവരുടെ ദൈവവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഗോഡ് റിലേറ്റഡ് നെയിംസ് ആണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? അവരുടെ ഐഡന്റിറ്റി എന്താണെന്ന് അവർക്ക് അറിയാം. ദാനിയേൽ, ദൈവമാണ് എൻ്റെ ന്യായാധിപതി, ഗോഡ് ഈസ് മൈ ജഡ്ജ്. അവൻ ദൈവബന്ധിയായിട്ടാണ് അവൻ ആ കാര്യങ്ങളെ കാണുന്നത്. ഹനനയ ദൈവബന്ധിയാണ്. മിശായേൽ, ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്. അസറയ യാഹാണ്, യാ. അവരുടെ ഐഡന്റിറ്റി തകർത്തു കളയാനുള്ള വലിയ ഒരു പരിശ്രമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാബിലോണിൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്താണ് അവർ ചെയ്യുന്നത്?
ആദ്യമേ തന്നെ ഇവരുടെ പേരങ്ങ് മാറ്റി. ഷണ്ണാധിപൻ അവർക്ക് പേരിട്ടു. അതായത് ഈ 4 യഹൂദ യുവാക്കളുടെ അല്ലെങ്കിൽ ഇസ്രായേല്യരായ ഈ 4 പേരുടെ പേരും അവരുടെ ദൈവവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഷണ്ണാധിപൻ ബാബിലോണിയ ദൈവങ്ങളുടെ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത പേരുകൾ ഇടാൻ തുടങ്ങി. ലോകത്തിന്റെ ഒരു വലിയൊരു സിസ്റ്റമാണ് നമ്മളുടെ ഐഡന്റിറ്റിയെ നശിപ്പിക്കുക എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു? അവർക്ക് പേരിട്ടു. ഷണ്ണാധിപൻ അവർക്ക് ദാനിയേലിന് അവർ ബേൽഷസർ എന്ന് പേരിട്ടു. ബേൽഷസർ, ബേൽ, ബാബേൽ. ബേൽ എന്ന് പറയുന്ന ബാബിലോണിയ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട പേര് അവനിട്ടു. ഹനനയാവിന് ഷദ്രഖ്. ഷദ്രഖ് എന്ന് പറയുമ്പോൾ ഷാദ് അവരുടെ ദൈവമാണ്, ചന്ദ്രദൈവമാണ്. ആ ദൈവവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേരിട്ടു. മിഷായേലിന് അവർ മേശക്, ഐ ആം വീക്കൻഡ്, ഞാൻ ബലഹീനനാണ് എന്ന് പറയുന്ന ഒരു പേരിട്ടു. അസ്രയ, അബേദ് നെഗോ, നെഗോ അവരുടെ ദൈവമാണ്. അവരുടെ ദൈവവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേരുകൾ ഇട്ടു. അവരുടെ ഐഡന്റിറ്റി മാറ്റിക്കളയാനുള്ള ബോധപൂർവമായ പരിശ്രമം ബാബിലോണിയർ ചെയ്തു. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പുതിയ പേരിൽ അറിയപ്പെടാൻ ഇവരാരും ആഗ്രഹിച്ചുമില്ല, അതിനവർ പരിശ്രമിച്ചുമില്ല. ഡാനിയേൽ തന്നെ തന്നെ വിളിക്കുന്നത് ഡാനിയേൽ എന്നാ, ബേൽഷസർ എന്നല്ല. അവര് ബേൽഷസർ എന്ന് വിളിക്കുമായിരിക്കും, പക്ഷെ അവനെ തന്നെ വിളിക്കുന്നത് ദാനിയേൽ എന്നാണ്. ദാനിയേൽ എന്ന ഞാൻ എന്നാ പറയുന്നത്. ദാനിയേൽ എന്ന ഞാൻ, ബേൽഷസർ ആകുന്ന ഞാനെന്നല്ല, ദാനിയേൽ എന്ന ഞാൻ. കാര്യം അവനവന്റെ ദൈവവുമായി ബന്ധപ്പെട്ട ഐഡന്റിറ്റി കളഞ്ഞില്ല. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി ഒരു കാരണവശാലും ലോകം നമുക്ക് തരുന്ന ഐഡന്റിറ്റി നമ്മൾ എടുക്കരുത്. ലോകം തരുന്ന ഐഡന്റിറ്റി നമ്മൾ മാറ്റിവെക്കണം. പകരം ദൈവബന്ധിയായ ഐഡന്റിറ്റി ആയിരിക്കണം എപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് തന്നെയല്ല, അവൻ പറയാണ്, ഞാൻ ഡിഫറൻ്റ് ആണ്, ഞാൻ വ്യത്യസ്തനാണ്. ദാനിയേൽ പറയുക, ഞാൻ ബാബിലോണിയൻ അല്ല, ഞാൻ കൽദയനല്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ജനമാണ്. അതുകൊണ്ട് രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല. റെസല്യൂഷന്. അതെന്തുകൊണ്ടാ? അവൻ ആരാണെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരാകുവാൻ നമുക്ക് കഴിയുന്നത്. അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിക്കുവാൻ, അത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഹുവമായി, ഞാൻ ആരാണ്, ഞാൻ ആരാകാനുള്ളവനാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ആരാണ്? നമ്മൾ 1 പത്രോസിന്റെ ലേഖനത്തിൽ കണ്ടല്ലോ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. അതെല്ലാം നമ്മൾ ആലോചിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, ചോസൺ റേസ് ആണ്. രാജകീയ പുരോഹിത വർഗം, ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. രാജാവ്, പുരോഹിതൻ, ഇവർ രണ്ടുപേരും ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ നിൽക്കുന്നവരാണ്. അവരുടെ റിലേഷൻ ദൈവവുമായിട്ടാണ്. രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയായി ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നു. പുരോഹിതൻ മനുഷ്യരുടെ പ്രതിനിധിയായി ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. രാജാവിൻ്റെയും പുരോഹിതന്റെയും റിലേഷൻ ദൈവവുമായിട്ടാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ കാണേണ്ടത് ദൈവവുമായിട്ടുള്ള റിലേഷനിലായിരിക്കണം. ഗോഡ് റിലേറ്റഡ് ആയിട്ട് മാത്രമേ എനിക്കൊരു ഐഡന്റിറ്റി ഉള്ളൂ. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ഐ റെപ്രസെന്റ് ഗാഡ്. ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വ്യത്യസ്തരായിരിക്കും, അതിന് സംശയമൊന്നുമില്ല. ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്.
ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ, അതിപ്പോൾ ഭരണം മാത്രമല്ല, ഞാൻ ചന്തയിൽ പോയാലും, മാർക്കറ്റിൽ പോയാലും, സൂപ്പർ മാർക്കറ്റിൽ പോയാലും, എവിടെ പോയാലും, അപ്പോഴെല്ലാം എൻ്റെ മനസ്സിലിരിക്കേണ്ടത് എന്താണ്? ഞാൻ ഇരിക്കുന്നതാണ് എന്താണ്? ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ആ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് തന്നെയല്ല, നമ്മൾ ജനങ്ങളെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുന്നവരുമാണ് നമ്മൾ. അതും നമ്മൾ മനസ്സിലാക്കണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമുക്ക് ചുറ്റുമുള്ള ആളുകളെയൊക്കെ അവരുടെയൊക്കെ പ്രതിനിധിയായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തീർച്ചയായും മധ്യസ്ഥത അണയ്ക്കുവാനുള്ള ആവശ്യമുണ്ട്. അത് ഞാൻ എൻ്റെ ദൈവബന്ധിയായ എൻ്റെ ഐഡന്റിറ്റിയിലാണ് ഞാൻ ജനങ്ങളോട് ഇടപെടുന്നതും ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, ചോസൻ റേസ്, എ ഹോളി നേഷൻ. ഞാനൊരു വിശുദ്ധ വംശമാണ്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അശുദ്ധിയിലേക്ക് പോകുവാൻ കഴിയും? എന്നെ വ്യത്യസ്തനാക്കുന്നത് പാപം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനായി ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്നത് ഞാൻ വിശുദ്ധ വംശമാണ് എന്നുള്ള തിരിച്ചറിവാണ്. തന്നെയല്ല, ഗോഡ്സ് ഓൺ പീപ്പിൾ, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ അവരെ പോലെ അല്ല. നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ അറിയണം. നമ്മൾ ദൈവ മക്കളാണ്. നമ്മൾ ഇന്നലെ കണ്ടല്ലോ, അത് ആത്മാവിൽ നമ്മൾ അറിയുന്ന തിരിച്ചറിവാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് സംസാരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ അറിയുകയാണ്, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. അത് ബുദ്ധിപരമായുള്ള ഒരു തിരിച്ചറിവ് മാത്രമല്ല, എപ്പോഴും എന്നോട് ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, യു ആർ മൈ സൺ, യു ആർ മൈ സൺ. അങ്ങനെ ദൈവശബ്ദം നിരന്തരം കേൾക്കുമ്പോൾ നമ്മൾ തീർച്ചയായും വ്യത്യസ്തരായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തന്നെയല്ല, നമ്മൾ കണ്ടു നമ്മൾ ആരാകാനുള്ളവരാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അവൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപപ്പെടുവാൻ ആണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഭൂമിയിലെ ജീവിതം കഴിയുമ്പോൾ അവൻ്റെ തേജസ്സിൽ നമ്മൾ അനുരൂപപ്പെടുന്നതായ ഒരവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ തന്നെ അവൻ്റെ പുത്രന്റെ സ്വരൂപത്തിൽ അനുരൂപരാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. എന്നാൽ അവിടെ കൊണ്ട് കാര്യം തീരുന്നില്ല. അവൻ്റെ വരവിങ്കൽ അവൻ്റെ തേജസ്സിന്റെ കൂട്ടാളിയാകുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ ഡിഫറൻ്റ് ആണ്, ഞാൻ വ്യത്യസ്തനാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ പോലെ അല്ല. അവരെയും നമ്മെയും വേർതിരിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ. അവര്, നമ്മൾ, ഈ ഡിഫറൻസ് വേദപുസ്തകത്തിലുടനീളം ഈ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ചില വേദഭാഗങ്ങൾ നമുക്ക് പഠിക്കാം, നമുക്ക് വായിക്കാം. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അവരെ പോലെയല്ല. പുതിയ നിയമത്തിലുടനീളം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പഴയ നിയമത്തിലെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, വരുന്നുണ്ട് അങ്ങോട്ട്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോഴെല്ലാം കാണുന്നൊരു കാര്യമുണ്ട്, യു ആർ നോട്ട് ലൈക്ക് അതേഴ്സ്. അവർ, നിങ്ങൾ, അവർ, നിങ്ങൾ, ഈ ഡിഫറൻസ്, അവർ, നിങ്ങൾ, അതാണ് വ്യത്യസ്തത. നമ്മൾ അവരല്ല, നമ്മളാണ്. ദൈവബന്ധിയായ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരെയും നമ്മെയും വേർതിരിക്കുന്നതാണ് സുവിശേഷം. അവർ, നിങ്ങൾ. യൂദായുടെ ലേഖനത്തിൽ ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഈ ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ട്. യൂദായുടെ ലേഖനം നമുക്കൊന്ന് എടുക്കാം. അതിനകത്ത് നമ്മൾ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി
ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അഭക്തരായ ചിലർ, അവര് സഭയിൽ തന്നെ നുഴഞ്ഞു കയറിയിരിക്കുകയാണെന്നാണ്. ഞാൻ ഇന്നലെ ഓടിച്ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണമെന്ന് പറയുമ്പോൾ സഭയ്ക്ക് പുറത്തുള്ള ലോകത്തിൽ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. അത് മാത്രം പോരാ, സഭയിലേക്ക് ലോകം കടന്നുകൂടിയാൽ അതിനോട് ചേരാനും പാടില്ല. സഭയ്ക്ക് ഉള്ളിലേക്ക് കടന്നുകൂടിയ ലോകത്തിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. അവരുടെ കൂട്ടാളികളാകരുത്. സഭയിൽ ലോകം കൊണ്ടുവരുന്നവരാരാണെങ്കിലും നമ്മൾ അവരുടെ കൂട്ടാളികളാകരുത്. ഇവിടെ പറയുകയാണ്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. നമുക്ക് പിന്നീട് വീണ്ടും പഠിക്കാനുണ്ട്. ഉപദേശപരമായ ഒരു കാര്യം ഇവിടെ ഉണ്ട്, ഇതിനകത്ത് അന്തർലീനമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. എന്താ അവർ പറയുന്നത്? എല്ലാം കൃപയാ ബ്രദറെ, കൃപ. അതുകൊണ്ട് എന്തോ പാപം ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ കൃപയിൽ നിന്ന് വീണു പോവുകയല്ല, കൃപയിലേക്ക് വീഴുകയാണെന്ന് പറഞ്ഞൊരു മഹാനുണ്ട്. അതുകൊണ്ട് എന്തോ പാപം ചെയ്താലും കുഴപ്പമില്ലെന്ന്. കാരണം കൃപയാണ്, കൃപ. അവരെക്കുറിച്ച് യൂദാ പറയാണ്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. യേശുവാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത്. കൃപ മാത്രമല്ല, എൻ്റെ കർത്തൃത്വം നടത്തുന്നവൻ യേശുവാണെന്നുള്ളത് മറന്നു പോകുന്നവരായ ചിലര്. എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നവനാണ് എൻ്റെ കർത്താവ്, അവനാണ് യേശു. അപ്പൊ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ മാത്രമാണ്, അല്ലാത്തവർ അഭക്തരായ ആളുകളാണ്. അവര് നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവർ അഭക്തരായ ചിലർ. യൂദായുടെ ലേഖനത്തിൽ അടുത്ത വാക്യം എന്താണെന്നറിയാമോ? 5-ാം വാക്യത്തില്, നിങ്ങളോ സകലതും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അവർ, നിങ്ങൾ, അഭക്തരായ ചിലർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. നിങ്ങൾ അവരെ പോലെയല്ല, അങ്ങനെ ആകരുത്. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എല്ലാം ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. എന്നെങ്കിലും ഒരിക്കൽ കൈപൊക്കിയാൽ മതി, പിന്നെ എന്തോ കാണിച്ചാലും കുഴപ്പമില്ലെന്ന് പറയുന്ന അഭക്തരായ ചിലരുടെ മധ്യത്തിൽ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ദൈവത്തിന്റെ കൃപയെ പാപത്തിന്റെ ലൈസൻസായി, പാപം ചെയ്യാനുള്ള ലൈസൻസാക്കി പഠിപ്പിക്കുന്നവർ ഓർക്കണം, ഒരിക്കൽ മിസ്രയീമിൽ നിന്ന് ജനത്തെ ദൈവം വിടുവിച്ചുവെങ്കിലും പിന്നീട് വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്നുള്ളത്. ഓക്കെ, ഞാൻ മൊത്തമായിട്ട് അങ്ങനെ വായിക്കുന്നില്ല, സമയമില്ലല്ലോ. അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവർ, നിങ്ങൾ എന്നുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അവിടെ അതിൻ്റെ താഴെ നമ്മൾ 11-ാമത്തെ അല്ലെങ്കിൽ 10-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. ഇവരോ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകൾ. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. 11-ാം വാക്യത്തിൽ, അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. അവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. എല്ലാം ഞാൻ ഒരുമിച്ച് വായിക്കുന്നില്ല. എന്നാൽ 17-ാം വാക്യം വരുമ്പോഴത്തേക്ക്
അവിടെ പറയുന്നത് 16ഉം 17ഉം വാക്യങ്ങൾ. അവർ 16 അവർ പെറുപെറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. അവർ. എന്നാൽ 17ആം വാക്യം, നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അവർ നിങ്ങൾ എന്ന് പറയുന്ന വ്യത്യാസം നമ്മള് 18ാമത്തെ വാക്യത്തിൽ അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. 20ആം വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളു. അവർ, നിങ്ങൾ, ഈ ഡിഫറൻസ് നമ്മളെല്ലായിടത്തും, ഇത് യൂദായുടെ ലേഖനത്തിൽ നിന്ന് മാത്രം ഞാനൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ഏത് ഭാഗം വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാം. അവരും നിങ്ങളും വ്യത്യസ്തരാണ്. പുറത്തുള്ള ലോകത്തിൽ ലൗകികരായ ആളുകൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തരാണ്, അതിന് സംശയമൊന്നുമില്ല. അതേപോലെ നമ്മുടെ ഇടയിലേക്ക് അഭക്തരായ ചിലർ നുഴഞ്ഞു കയറി ദുരുപദേശം പഠിപ്പിച്ചാൽ, ജീവിത വിശുദ്ധി സൂക്ഷിക്കാതെ ജീവിച്ചാൽ അവരും ലോകമാണ്. ലോകത്തെ സഭയിലേക്ക് കൊണ്ടുവരുന്ന അവരോടും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ഇന്ന് സഭയിലേക്ക് ലോകത്തെ കൊണ്ടുവരുന്ന അതൊരു കോമൺ ആയിട്ട് വന്നിരിക്കുകയാണ്. ലോകത്തെ ലൗകികമായ കാര്യങ്ങൾ ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നു അതുപോലെ ലോകത്തിന്റെ പൊളിറ്റിക്സ് നമ്മളെ സഭയിലേക്ക് കൊണ്ടുവരുന്നവരായ ആളുകൾ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരായ ആളുകൾ, ലോകത്തിന്റെ മോഹങ്ങൾ ചർച്ചിലേക്ക് കൊണ്ടുവരുന്നവര്, ലോകത്തിന്റെ ടീച്ചിങ്സ് സഭയിലേക്ക് കൊണ്ടുവരുന്നവര്, അവരോടും നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വ്യത്യസ്തരായിരിക്കണം, അവരുടെ കൂട്ടാളികൾ ആകരുത്. എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം അത് 3 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചാൽ, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. അവര് വേറെയാണ്, നമ്മൾ വേറെയാണ്. ഈ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവരുടെ കൂട്ടാളികളാകരുത്. അവര് പ്രത്യക്ഷ സഭയിൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കർത്താവിന്റെ സഭ അദൃശ്യ സഭയാണ്. പ്രത്യക്ഷമായി സഭയുണ്ട്. നമ്മളൊക്കെ ഓരോ സഭയുടെ അംഗങ്ങളാണ്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് വേണം. പ്രാദേശിക സഭകൾ അത്യാവശ്യമാണ്. അത് വേദപുസ്തകത്തിൽ ഉള്ളതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ആ സഭയിലേക്ക് ഈ പറഞ്ഞ അനാത്മികരായ ആളുകൾ നുഴഞ്ഞു കയറി ദൈവവചനത്തിന് വിരുദ്ധമായ ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. നമ്മൾ നേരത്തെ 8-ാം വാക്യത്തിൽ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. നമ്മൾ നേരത്തെ ഇരുട്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും ഇരുളിൽ കഴിയരുത്. ഇരുട്ടു നമ്മൾ സഭയിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്ന ആളുകളുണ്ട്.
വെളിച്ചം കെടുത്തിക്കളയാൻ. നമ്മിലുള്ള വെളിച്ചം പ്രകാശിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു ഇരുളിനും നമ്മളുടെ അടുത്തേക്ക് വരുവാൻ കഴിയുകയില്ല. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. കർത്താവിന് പ്രസാദമായി എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുളിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. 11-ാം വാക്യമാണ്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികൾ ആകരുത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അവയുടെ കൂട്ടാളികളാകരുത് തന്നെയല്ല, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കയത്രേ വേണ്ടത്. അതും നമ്മുടെ ചുമതലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ അവരുടെ ഇടയിലാണ് നമ്മൾ. പക്ഷെ നമ്മൾ അവരെ പോലെയല്ല. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു, ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആ ലോകത്തിന്റെ കൂട്ടാളികളാകരുത്. ആ ലോകം നമ്മുടെ പ്രത്യക്ഷ സഭയിൽ കടന്നാൽ നമ്മൾ അതിൻ്റെയും കൂട്ടാളികളാകരുത്. നമ്മൾ അവരുടെ ഇടയിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ആവരണം, ആർക്കും സ്പർശിക്കാൻ കഴിയാത്ത ഒരു ആവരണം ഇട്ടൊന്നും അല്ല നമ്മൾ നടക്കുന്നത്. നമ്മൾ അവരുടെ ഇടയിൽ തന്നെ കഴിയുന്നവരാണ്. 1 പത്രോസിന്റെ ലേഖനം നമ്മൾ 2-ാം അധ്യായം നോക്കിയതാണ്. അവിടെ അതിന്റെ 11-12 വാക്യങ്ങളൊന്ന് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ അവിടെ പറയുന്നത്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. നിങ്ങൾ അവരെ അനുകരിക്കുകയല്ല, അവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. അവരുടെ ഇടയിൽ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ നേരത്തെ വായിച്ച വേദഭാഗവുമായി ബന്ധപ്പെടുത്തി തന്നെ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ഇടയിൽ, ഞാനിത് പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് അവരുടെ ഇടയിൽ. നമ്മൾ ഐസൊലേറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇൻസുലേഷൻ ഒന്നുമില്ല. അതായത് അനാത്മികരായ ആളുകൾ, അവരിൽ നിന്ന് നമുക്ക് ഇൻസുലേഷൻ ഇല്ല. നമ്മൾ അവരുടെ ഇടയിലാണ്. പക്ഷേ അവരുടെ ഇടയിൽ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. അതുകൊണ്ടാണ് എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അത് നമ്മുടെ പഴയ അവസ്ഥയാണ്. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അവരുടെ ഇടയിൽ നമ്മൾ അങ്ങനെ ആയിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അവരിപ്പോഴും പഴയ അതിക്രമങ്ങളിലാണ്. പക്ഷെ നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു?
സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്, പക്ഷെ നമ്മൾ ലൗകികരല്ല, നമ്മൾ സ്വർഗീയരാണ്. ആ ഡിഫറൻസ് നമുക്ക് എപ്പോഴും നമ്മൾ അറിയുന്നവരായിരിക്കണം, അത് അനുഭവിക്കുന്നവരായിരിക്കണം. ഫിലിപ്പി ലേഖനത്തിൽ 2-ാം അധ്യായത്തിലും അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഇത് വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകണം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. നാം അവരുടെ ഇടയിലാണ്, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നുള്ളത് നമ്മൾ അറിയണം. വ്യത്യസ്തരായിരിക്കണം. വി നീഡ് ടു ബി ഡിഫറെന്റ്. 2 കൊരിന്ത്യരുടെ ലേഖനവും ഞാൻ ചില വാക്യങ്ങൾ അങ്ങനെ വായിച്ചു പോവുകയാണ്. അതിൻ്റെ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ചയാ. വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. ഒരു കൂട്ടായ്മയും ഇല്ല. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവൾക്ക് ദൈവവും അവൾ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊഴരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അവിടെ എന്താ പറയുന്നത്? അവരുടെ ഇടയിൽ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. അവരുടെ ഇടയിൽ നിന്ന്, അവരുടെ ഇടയിലാണ് നമ്മൾ താമസമെങ്കിലും അവരുടെ ഇടയിൽ നിന്ന് നമ്മൾ വേർപെട്ടിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. 7-ാമത്തെ 1-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. എപ്പോഴും നമ്മൾ ഓർക്കണം, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തരാകുവാനാണ്. അവരുടെ ഇടയിൽ നിന്ന് നമുക്കൊന്നും അവിടെ ചെയ്യാനില്ല. 17-ാം വാക്യത്തിൽ, 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ 2 കൊരിന്ത്യർ, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. അവരുടെ നടുവിൽ നിന്ന്, അവരുടെ നടുവിലാണ്, പക്ഷെ അവിടെ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഫിസിക്കലി ഉള്ള ഒരു വേർപാടല്ല. അശുദ്ധമായതൊന്നും തൊഴരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. യെശയ്യാവിന്റെ പ്രവചനത്തിലെ ഒരു വാക്യം ആണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്, അതിന്റെ 52-ന്റെ 11. അവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട്, ഒരിക്കലും നമുക്ക് അവരുടെ കൂടെ കൂടാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ കൂടെ കൂടാൻ നമുക്ക് കഴിയില്ല. അതിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവിടെ യെശയ്യാവിന്റെ പ്രവചനം 52-ാം അധ്യായത്തിൽ അതിന്റെ 11-ാം വാക്യത്തിൽ, വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, അശുദ്ധമായതൊന്നും തൊഴരുത്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. വിട്ടുപോരുവിൻ, എല്ലാ അശുദ്ധിയെയും വിട്ടുപോരുവിൻ, അശുദ്ധമായതൊന്നും തൊഴരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അശുദ്ധിയോടുള്ള വലിയൊരു വേർപാട്, ഒരു വ്യത്യസ്തത നമുക്ക് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ലോകത്തിൽ നിന്ന് വേർപെട്ടവരായിരിക്കണം, ലൗകികരല്ല നമ്മൾ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തില് അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത്, അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായി സംസാരിക്കുന്നു,
ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും ഇതിനാൽ അറിയാം. അവർ ലൗകികന്മാർ ആകയാൽ അവർ ലൗകികമായത് സംസാരിക്കുന്നു. അവർ ലൗകികന്മാരാകയാൽ. ഇത് ശരിക്കും ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. കള്ളപ്രവാചകന്മാര് പറയുന്ന പ്രവചനം മോശമാണോ ഇല്ലയോ എന്ന് മാത്രമല്ല, ചിലപ്പോൾ അച്ചട്ടായിട്ട് പ്രവചിക്കുന്നവൻ കാണും. പക്ഷേ നമ്മൾ എങ്ങനെയാ അറിയുന്നത് അത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവിടെ ദൈവവചനം പറയുന്നത്, കുഞ്ഞുങ്ങളെ, 4-ാം വാക്യത്തിൽ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചു മിടിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. അവരുടെ പ്രസംഗവും ലൗകികമാണ്, പ്രവചനവും ലൗകികമാണ്. അവർ വിശുദ്ധി പ്രസംഗിക്കത്തില്ല, അവർ വേർപാട് പ്രസംഗിക്കത്തില്ല. വേർപാട് അവർക്ക് അലർജിയാ. അത് വേണ്ട, എല്ലാം ഒരുമിച്ച് പോവുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ചിന്ത. അവരുടെ സഭയിൽ ആളും കൂടും. അമേരിക്കയിലെ വലിയൊരു സഭയിൽ അവിടുത്തെ അവരുടെ പാസ്റ്റർ ഞാൻ കേട്ടതാ പറയുന്നത്, we don't ask you any questions. We don't ask you who you are, what you are doing, nothing. We just want you to feel good in my church. ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കത്തില്ല. നീ ഞങ്ങളുടെ സഭയിൽ വന്നു കഴിയുമ്പോൾ നിനക്ക് നല്ല ഒരു ഫീലിംഗ് ഉണ്ടാകും. അതാണ് ഞങ്ങളുടെ സഭയുടെ പ്രത്യേകത. വരുന്നവർക്ക് നല്ല ഫീലിംഗ് ഉണ്ടാകും. We don't ask you any questions. We just want you to feel good in my church. അങ്ങനത്തെ ഫീൽ ഗുഡ് സഭകൾ ഒത്തിരി ഉണ്ട്. ഫീൽ ഗുഡ് പ്രസംഗകരുണ്ട്. നല്ല സന്തോഷമാ. സന്തോഷം എന്ന് പറഞ്ഞാൽ ആത്മീയ സന്തോഷമൊന്നുമല്ല, ഒരു സുഖമാണ്. കാര്യം പറയുന്നത് മുഴുവൻ ലൗകികമാണ്, ലോകത്തിലെ കാര്യങ്ങളാണ്. അവർ ലൗകികമായത് സംസാരിക്കുന്നു. ഇവിടെ പറയുകയാണ്, അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായി സംസാരിക്കുന്നു. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകത്തിന്റെ പിന്നാലെ പോകുന്നവൻ അതും കേട്ടോണ്ടിരുന്നോളും. അവന് വേറെ ഒരു പ്രശ്നമില്ല, അവൻ ഹാപ്പിയാണ്. കാര്യം അവന് വേണ്ടത് ലോകമാണ്, ഇവർ കൊടുക്കുന്നതും ലോകമാണ്. നമ്മുടെ പ്രസംഗകരിൽ ഒത്തിരി പേര്, എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല, നമ്മുടെ പ്രസംഗകരിലെ, നമ്മളെ പോപ്പുലർ പ്രസംഗകരിൽ എന്ന് വേണം പറഞ്ഞു, പോപ്പുലർ പ്രസംഗകരിൽ പല ആളുകളും വേദനിപ്പിക്കാത്ത പ്രസംഗകരാണ്. ആർക്കും ഒരു വേദന ഉണ്ടാകത്തില്ല. ഫീൽ ഗുഡ് ചർച്ച. എന്നാൽ അവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. യോഹന്നാൻ പറയുകയാണ്, ഇനി ഞങ്ങൾ പ്രസംഗിക്കുന്നത് ലോകത്തെ അല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെയാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ലോകത്തെ അല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്നത് സ്വർഗത്തെയാണ്. ഉയരത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ, വ്യത്യസ്തതയുടെ ഉപദേശം, വേർപാടിൻ്റെ ഉപദേശം, അത് ഈ കാലയളവിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യമായി വന്നിരിക്കുന്നു. വേർപാടിൻ്റെ ഉപദേശം. അതുകൊണ്ട് ലൗകികമായ കാര്യങ്ങളിലേക്ക് മനുഷ്യനെ വഴിതെറ്റിച്ച് പാപത്തിൻ്റെ വഴിയിൽ മനുഷ്യരെ കൊണ്ടുപോകുന്ന ആളുകളെ നമ്മൾ ഒഴിവാക്കേണ്ടത്
അത്യന്താപേക്ഷിതമായ കാര്യമാണ്. 2 തീമോഥെയോസിന്റെ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ലൗകികരായ ആളുകളുടെ പ്രത്യേകത പറയുന്നത്. അങ്ങനെയുള്ളവരെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നതാണ്, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അങ്ങനെയുള്ളതും വിട്ടൊഴിയണം, അങ്ങനെയുള്ളവരെയും വിട്ടൊഴിയണം. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ഈ ഭാഗം നിങ്ങൾ വീട്ടിലൊന്ന് ഇരുന്നൊന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഇതിനകത്ത് എന്തെങ്കിലും കാര്യം എന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വ്യത്യസ്തനല്ല, ഞാൻ അവരെ പോലെയാണ്. അന്ത്യകാലത്ത് മനുഷ്യൻ സ്വസ്നേഹികളാണ്. ഞാൻ വ്യത്യസ്തനാണെങ്കിൽ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവിക്കുന്നവനായിരിക്കുകയില്ല, ഞാൻ സ്വസ്നേഹിയാവുകയില്ല. അതാണ് വ്യത്യസ്തത. ഈ ഭാഗം ഒന്ന് വായിക്കുക. ഞാൻ സമയം എടുത്ത് എല്ലാം കൂടെ പറയുന്നില്ല. നമ്മളൊന്ന് എടുത്തു നോക്കുക. വി നീഡ് ടു ബി ഡിഫറൻറ്റ്. അവർ സ്വസ്നേഹികളാണ്, പക്ഷെ നമ്മൾ സ്വസ്നേഹികളാകരുത്. അവർ ദ്രവ്യാഗ്രഹികളാണ്, നമ്മൾ ദ്രവ്യാഗ്രഹികളാകരുത്. അവർ വമ്പ് പറയുന്നവരാണ്, നമ്മൾ വമ്പ് പറയുന്നവരാകരുത്. ഞാനത് ചെയ്തു കളയും, ഇത് ചെയ്തു കളയും. എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. സഭായോഗത്തിന് വരെ ഓരോരുത്തർ എഴുന്നേറ്റ് എന്ന് പറയുന്നത് എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന്. എന്നിട്ട് വേണം തിരുവത്താഴം എടുക്കും. വമ്പ് പറയുന്നവർ. പ്രിയമുള്ളവരെ, നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മൾ വമ്പ് പറയുന്നവരാകരുത്, അഹങ്കാരികളാകരുത്, ദൂഷകന്മാരാകരുത്, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ ആകരുത്, നന്ദി കെട്ടവരാകരുത്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്, നന്ദിയില്ല. ഒരു മനുഷ്യനും നന്ദിയില്ല. അശുദ്ധരാകരുത്. അങ്ങനെയുള്ളവരുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ എപ്പോഴും ഈ വ്യത്യസ്തത പഠിപ്പിക്കണം. ഈ വേദഭാഗം ഒന്ന് വായിച്ചിട്ട് പറയാം, നമ്മൾ അങ്ങനെ ആകരുത്. വാത്സല്യമില്ലാത്തവരാകരുത്, ഇണങ്ങാത്തവരാകരുത്, ഏഷണി പറയരുത്. നമ്മൾ അജിതേന്ദ്രിയന്മാരായിരിക്കണം. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരു സെൽഫ് കൺട്രോളും ഇല്ലാത്തവരാകരുത്. നമുക്ക് സെൽഫ് കൺട്രോൾ ആവശ്യമുണ്ട്. നമ്മൾ ഉഗ്രന്മാരാകരുത്, സൽഗുണദ്വേഷികളാകരുത്, ദ്രോഹികളാകരുത്, ധാർഷ്ട്യക്കാരാകരുത്, നിഗളികളാകരുത്, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരാകരുത്. അടുത്തത്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരാകരുത്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്. എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചാലും അതിൻ്റെ കൂടെ ഭക്തിയുമുണ്ട്. ജീവിതത്തിൽ യാതൊരു വിശുദ്ധിയും ഇല്ലെങ്കിലും സഭാ ഹാളിൽ വന്നിരുന്ന് പാട്ടുപാടി ആരാധിക്കാൻ ഒരു മടിയുമില്ല. കരങ്ങളെ തട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയടിക്കുന്നതിന് പ്രശ്നമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കൈ തട്ടുന്നതനുസരിച്ചല്ല ദൈവം നോക്കുന്നത് നിന്റെ ജീവിതമാണ്. ജീവിതമില്ലാതെ കൈയടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജീവിതമില്ലാതെ കുറച്ച് അന്യഭാഷ പറഞ്ഞിട്ടും കാര്യമില്ല. ജീവിതമില്ലാതെ കുറച്ച് ശുശ്രൂഷ ചെയ്തിട്ടും കാര്യമില്ല. പ്രവാചകന്മാരോടും വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുന്നവരോടും ഭൂതങ്ങളെ പുറത്താക്കുന്നവരോടും കർത്താവ് പറഞ്ഞ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന. നമ്മൾ വ്യത്യസ്തരാവുക.
ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തി ത്യജിക്കുന്നവരെ വിട്ടൊഴിയുക എന്നാണ് പറയുന്നത്. വിട്ടൊഴിയുക, അവരെ വിട്ടൊഴിയുക. ഈ ലിസ്റ്റിൽ, മോളിൽ പറഞ്ഞ ലിസ്റ്റില് ഉള്ള ആളുകളല്ല നമ്മൾ ഒരു സെപ്പറേറ്റ് ജനമാണ്. നമ്മൾ വ്യത്യസ്തരായ ആളുകളാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരങ്ങനെയാണ്. എന്നാൽ 10-ാം വാക്യം പറയുന്നത്, നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. നീയോ, അവര് വേറെ, നീ വേറെ. അവരും നമ്മളും തമ്മിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കണം. ഈ തലമുറ അങ്ങനെ ആയിപ്പോയാൽ, ഇപ്പൊ നമ്മള് ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ കാണുന്ന എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതായ ഒരു വാക്യമാണ് 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. വക്രതയും കോട്ടവും ഉള്ള ഒരു തലമുറ, അതാണ് ഈ തലമുറ. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? അന്ത്യകാലത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ദൈവവചനം കൃത്യമായിട്ട് പറയുന്നു. ആ അന്ത്യകാലത്തിൽ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്നവരല്ല, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്നുള്ളതാണ്. ഫിലിപ്പിയർ 2:15 അവരുടെ ഇടയിൽ, എവിടെ? വക്രതയും കോട്ടമുള്ള ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ, ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള ഒരു തലമുറയുടെ നടുവിലും ദൈവം ജീവന്റെ വചനം പ്രമാണിക്കുന്ന ചിലരെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തലമുറ വക്രതയും കോട്ടവും ഉള്ളവരാണ്, എന്നാൽ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. നമ്മുടെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒക്കെ ശരിയാണ്. ചിലപ്പോൾ നമുക്ക് നിരാശ തോന്നുന്ന രീതിയിൽ നമ്മുടെ സഭകളിലൊക്കെ ഈ ലോകം കടന്നുകൂടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പം ചിലപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. എനിക്കും ഉണ്ടാകും, എല്ലാവർക്കും ഉണ്ടാകും. എല്ലാം പോക്കാ, ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടില്ലേ, എല്ലാം കള്ളന്മാരാണ്. പ്രിയമുള്ളവരെ, എല്ലാം കള്ളന്മാരല്ല, എല്ലാം പോക്കല്ല. ഉണ്ട്, കള്ളന്മാരും ഇതിനിടയ്ക്ക് ഉണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആയ ചിലരുണ്ട്. ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന ചിലരുണ്ട്. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവരാണ് വ്യത്യസ്തർ. ആ ഗ്രൂപ്പിലാകണം നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ഡെയർ ടു ബി ഡിഫറൻറ്റ്. അവരുടെ ഇടയിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കണം. ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. വേദപുസ്തകത്തിലുടനീളം ഈ രണ്ട് രീതിയിലുള്ള ആളുകളും എല്ലാ തലമുറകളിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ തലമുറകളിലും സാത്താന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന കുറച്ച് പേര് കാണും. എന്നാൽ അവരുടെ ഇടയിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന ചിലരും ഉണ്ടാകും. അത് ഇന്നും ഇന്നലെയും അല്ല. വേദപുസ്തകത്തിന്റെ ആദ്യ പുസ്തകം മുതൽ, ആദ്യ ആളുകൾ മുതലുള്ള രണ്ട് തലത്തിലുള്ള, ഒരേ തലമുറയിൽ ജീവിക്കുന്ന 2 പേരെ എടുത്താൽ
വേദപുസ്തകത്തിന്റെ ചരിത്രം തന്നെ അതാണ്. നമ്മൾ ഇന്ന് നാളെയൊക്കെ ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇതുപോലെ ഒരേ തലമുറയിൽ ജീവിച്ചിട്ട് ഡിഫറൻ്റ് ആയിട്ട് ജീവിച്ച ആളുകളെ, വ്യത്യസ്തരായി ജീവിച്ച, അതിന് ധൈര്യം കാണിച്ച ആളുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇനി ഉള്ള നാളെയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് പല കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അതിൽ പഴയ നിയമത്തിൽ, അതായത് ദൈവത്തിൻ്റെ വിളി കേട്ടവർ ഒക്കെ അവരുടെ തലമുറയിൽ വ്യത്യസ്തരായിരുന്നു. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരുടെ തലമുറയിൽ, അവരുടെ തലമുറ നശിച്ചു പോയപ്പോഴും അവർ വ്യത്യസ്തരായിരുന്നു. നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടല്ലോ, അവരുടെ ഇടയിൽ യെസ്, ഇതേപോലെ എല്ലാ രീതിയിലും ജീവിതത്തിൽ ലോകത്തെ പ്രണയിച്ച് പാപത്തിന്റെ അധീനതയിൽ കഴിഞ്ഞ തലമുറകളിൽ ദൈവത്തിനു വേണ്ടി നിലകൊണ്ടവരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, നിലനിർത്തിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിന്നും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാം നശിച്ചു എന്ന് ആരും പറയരുത്. ചിലപ്പോൾ നമുക്ക് ഒത്തിരി നിരാശ തോന്നുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകാം, അതും എന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിലും വ്യത്യസ്തരാകുവാൻ ധൈര്യം കാണിച്ച, who were daring to be different, വ്യത്യസ്തരാകുവാൻ ധൈര്യം കാണിച്ചവർ എല്ലാ തലമുറയിലും ഉണ്ട്, ഇന്നുമുണ്ട്, നമ്മുടെ സഭകളിലുമുണ്ട്. സഭകളിൽ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന സഭകളിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോസ്തലന്മാർ നടത്തിയ സഭകളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം ഉണ്ടാകത്തില്ലെന്നല്ല, ചില കൂടുതലായി ഇന്ന്, അത് വേറെ കാര്യം. പക്ഷേ അതിലും വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അശുദ്ധന്മാരുണ്ട്. അതുകൊണ്ടാണല്ലോ വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ പറയുന്നത്, വിശുദ്ധൻ തന്നെ അശുദ്ധി ചെയ്യുന്നവൻ, അശുദ്ധൻ തന്നെ വീണ്ടും അശുദ്ധി ചെയ്യട്ടെ, പക്ഷേ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഈ തലമുറയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. എല്ലാവരും അങ്ങനെ ആയിപ്പോയി എന്ന് പറയുകയല്ല, എല്ലാം പോക്ക, അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് ഒഴിയാൻ എളുപ്പമാണ്. പക്ഷെ അല്ല, ഇവിടെ അവരുടെ ഇടയിൽ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മധ്യത്തിൽ നമ്മൾ വ്യത്യസ്തരാകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആദ്യകാലം മുതൽ ചില ആളുകളെ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്ന് പരിചയപ്പെടുവാൻ പോകുകയാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യകാലം മുതൽ വ്യത്യസ്തരായി ജീവിച്ച അനേകരുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ട ആളുകളുണ്ട്, അശുദ്ധരായ ആളുകളുണ്ട്. ആ തലമുറയിൽ തന്നെ, ഒരേ തലമുറയിൽ വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ടവരുമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വേദപുസ്തകത്തിലെ ആദ്യ ചരിത്രം തന്നെ എടുക്കുക. ആദമിനും ഹവ്വയ്ക്കും ശേഷം നമ്മൾ കാണുന്ന അടുത്ത തലമുറ, ആ തലമുറയിൽ തന്നെ ഇതേപോലെ വ്യത്യസ്തരായ വ്യക്തി ഉണ്ടായിരുന്നുള്ളതാണ്. ഫസ്റ്റ് ജനറേഷൻ ആദം ഹവ്വ കഴിഞ്ഞിട്ട് പിന്നുണ്ടായത് കയീനും ഹാബേലുമാണ്. അതിനകത്ത് ദൈവത്തിന് വിരോധമായി, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വിരുദ്ധനായി നിന്ന, പാപം ചെയ്ത് കൊലപാതകനായ കയീൻ. എന്നാൽ ആ കയീന്റെ തലമുറയിൽ വിശുദ്ധിയോടെ ജീവിച്ച ഹാബേൽ കയീനിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. കയീൻ ചേട്ടനാ, പക്ഷെ ചേട്ടന്റെ പുറകെ പോയില്ല, ചേട്ടനെ പോലെ ആയില്ല. നമ്മൾ പറയും, എല്ലാ ചേട്ടന്മാരെല്ലാം അങ്ങനെയാന്ന് പറയും. ചേട്ടന്മാരങ്ങനെ ആയിക്കോട്ടെ, നീ അങ്ങനെ ആകാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. നിന്റെ സ്വന്തം വീട്ടിൽ നിനക്ക് വിരോധമായി നിലകൊള്ളുന്ന ഒരു വ്യക്തി, ഒരുപക്ഷെ നീ പീഡനം സഹിക്കേണ്ടി വരും, ഒരുപക്ഷെ മരണം തന്നെ സഹിക്കേണ്ടി വരും. പക്ഷെ ഇന്നും
ആ ഹാബേൽ നമ്മുടെ മുമ്പിൽ വിശ്വാസ വീരന്മാരുടെ ആദ്യത്തെ പട്ടികയിൽ, എബ്രായർ 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ആദ്യം കടന്നുകൂടിയ വ്യക്തിയാണ് ഹാബേൽ. ഹല്ലേലൂയ. കയീൻ അങ്ങനെ വലിയ മോശക്കാരനായിരുന്നു നമുക്ക് പറയാൻ കഴിയില്ല. ചിലരുടെ ഒരു ചിന്തയുണ്ട്, കയീൻ പണ്ടുകൊണ്ട് അങ്ങനല്ലായിരുന്നു. കയീന്റെ ജനനത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാനിത് പറയാൻ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കയീൻ ജനനം കൊണ്ട് മോശക്കാരനായിരുന്നില്ല. 4-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ, അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു, യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു. ചിലർ പറയുന്ന കയീൻ സാത്താന്റെ സന്തതിയായിരുന്നെന്നാണ്. സാത്താനും അങ്ങനെയൊക്കെ പറയുന്ന, അതായത് ചുമ്മാ അങ്ങ് പറയുകയാണ്, അങ്ങനെ വേദപുസ്തകത്തിൽ തെളിവൊന്നുമില്ല, വെറുതെ അങ്ങ് പറയും. അതിന് ചില വാക്യങ്ങൾ ചിലപ്പം അവർ കോട്ടി മാട്ടുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. 1 യോഹന്നാന്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിലേക്ക് 1 യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല എന്ന് നമ്മൾ കാണുന്നു. കയീൻ വാസ് ഓഫ് ദി ഈവിൾ വൺ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം സാത്താൻ ആരുമായിട്ടെങ്കിലും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തയൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. അതൊക്കെ ബിബ്ലിക്കലല്ല, വേദപുസ്തകപ്രകാരമുള്ളതല്ല. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറയുന്നത് ദുഷ്ടനോട് ചേർന്ന് നിന്ന് എന്ന അർത്ഥത്തിലാണ്, അഥവാ പിശാചിന്റെ കൂട്ടുകാരനായി എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ പിശാചിൽ നിന്ന് ജനിച്ചു എന്ന അർത്ഥത്തിലല്ല. അവന്റെ പ്രവൃത്തിയാണ് അവനെ ദുഷ്ടനിൽ നിന്നുള്ളവനാക്കിയത്, അവന്റെ ജനനമല്ല. അവന്റെ ജനനം ദോഷമുള്ളതല്ല. നമ്മൾ വായിച്ചല്ലോ, യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജയെ ലഭിച്ചു. യഹോവയാൽ. ജനനത്തിൽ കയീൻ മോശക്കാരനായിരുന്നില്ല. എന്നാൽ ജനനം എത്ര ഉത്കൃഷ്ടമാണെങ്കിലും ജീവിതം പിശാചിന് വിട്ടുകൊടുത്താൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. ഹാബേലിന്റെയും കയീന്റെയും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കയീൻ എങ്ങനെ, അല്ലെങ്കിൽ കയീൻ എന്നും ജ്യേഷ്ഠനായിരുന്നു, ജ്യേഷ്ഠൻ. ഹാബേൽ എപ്പോഴും അനുജനുമായിരുന്നു. 2-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവൻ തൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. അവൾ, ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. അനുജൻ. നമ്മൾ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തിലെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം വഴിപാട് കൊണ്ടുവന്നതും കയീനാണ്, ഹാബേലല്ല. വഴിപാടും ഒക്കെ ഉണ്ട്, ആരാധനയൊക്കെ ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അവന്റെ ജീവിതം അവൻ ദൈവത്തിന് സമർപ്പിച്ചവനായിരുന്നില്ല. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് ഒരു വഴിപാട് കൊണ്ടുവന്നു. കയീനാണ് ആദ്യം വഴിപാട് കൊണ്ടിരുന്നത്. എന്നാൽ കയീന്റെ വഴിപാടിലല്ല ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. യഹോവ പ്രസാദിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത്, ഹാബേലിലും, യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി തിയോളജി നമ്മൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഹാബേലിന്റെ വഴിപാടിൽ പ്രസാദിച്ചത്, കയീന്റെ വഴിപാടിൽ പ്രസാദിക്കാതിരുന്നത് എന്നുള്ളതിന് നമ്മൾ കണ്ടുപിടിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായി ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, പഴയ ഒരു പാട്ടാണ്,
ചീഞ്ഞളിഞ്ഞ ഫലമൂല്യങ്ങൾ ദൈവത്തിന് ബലി നൽകി സ്വാർത്ഥനായ കയീൻ സ്വന്തം നിലമറന്നു. അതൊന്നും വേദപുസ്തകത്തിലെ അർത്ഥത്തിൽ ശരിയായ ഒരു കാര്യമല്ല. കാരണം എൻ്റെ ചിന്ത കയീൻ അത്രയ്ക്ക് മണ്ടനൊന്നും അല്ലായിരുന്നു ചീഞ്ഞളിഞ്ഞ ഫലമൂല്യങ്ങൾ കൊണ്ടു കൊടുക്കാനായിട്ട്. അതൊന്നുമല്ല അന്നത്തെ ഏറ്റവും നല്ലതൊക്കെ കാര്യം. അന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഹാബേൽ ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിച്ചു, അതുകൊണ്ടാണ് ദൈവം അവൻ്റെ യാഗത്തിൽ പ്രസാദിച്ചത് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന അതിൻ്റെ എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. യാഗവസ്തുവല്ല അവിടുത്തെ വിഷയം, ആ യാഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ഹൃദയമാണ്. വിശ്വാസത്താൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് അല്ല അവിടുത്തെ വിഷയം. പ്രത്യുത റിലേഷനാണ്. ഫെയ്ത്ത് എന്ന പുതിയ നിയമത്തിൽ, ഫെയ്ത്ത് എന്ന് വേദപുസ്തകത്തിൽ കാണുന്നത് ബന്ധമാണ്, റിലേഷനാണ്. ഹാബേലിന് ദൈവവുമായിട്ട് എന്നും ബന്ധമുണ്ടായിരുന്നു. അവൻ വിശ്വാസത്താൽ ജീവിച്ചവനാണ്. യാഗം അർപ്പിക്കുമ്പോൾ മാത്രമല്ല, എല്ലാ സമയത്തും ദൈവബന്ധിയായി ജീവിച്ചവനാണ് അവൻ. റിലേഷൻ ഉണ്ടായിരുന്നു. അവന്റെ ആരാധന വിശ്വാസത്താലായിരുന്നു, റിലേഷൻഷിപ്പ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കാണുന്നത് എന്താണ്? യഹോവ ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. എന്താ അതിൻ്റെ അർത്ഥം? യാഗമല്ല വിഷയം, ആട്ടിൻകുട്ടി പോലും അല്ല ശരിക്കും പറഞ്ഞാൽ വിഷയം, വ്യക്തിയാണ് വിഷയം. യഹോവ പ്രസാദിച്ചത് ഹാബേലിലാണ് ഒന്നാമത്, പിന്നെ അവന്റെ യാഗത്തിൽ. ദൈവം എപ്പോഴും നോക്കുന്നത് വ്യക്തിയെയാണ്. ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. കയീന്റെ വഴിപാടല്ല ദൈവം നിഷേധിക്കുന്നത്, കയീനെയാണ്. കയീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല, അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അപ്പൊ യാഗം കൊണ്ടുവരുന്ന വ്യക്തിയാണ് പ്രധാനം, ദൈവപ്രസാദം. ഇന്നും ഞാൻ പറയട്ടെ, നമ്മുടെ ആരാധന എത്ര തട്ടുപൊളിപ്പനായിരുന്നു എന്നുള്ളതൊന്നുമല്ല വിഷയം. ആരാധിക്കുന്ന വ്യക്തിയിലാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത്. ജീവിതം ശരിയല്ലാതെ ഒരാൾ എത്ര നിയമപരമായി ആരാധിച്ചാലും പ്രയോജനമൊന്നും ഉണ്ടാകുന്നൊന്നുമില്ല. കാര്യം ദൈവം ആദ്യം പ്രസാദിക്കുന്നത് വ്യക്തിയിലാണ്. ആരാധനയിലും പ്രസാദിക്കും. കാര്യം യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. അപ്പൊ ആരാധന പ്രധാനമാണ്, പക്ഷേ ഏറ്റവും പ്രധാനം വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തിയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ കയീൻ എന്ന് പറയുന്ന വ്യക്തി അടിസ്ഥാനപരമായി യാഗമർപ്പിച്ചത് ഇറ്റ് ഈസ് നോട്ട് ബൈ ഫെയ്ത്ത്, റിലേഷൻ ഇല്ലാതെയാണ്. അവൻ ദൈവത്തെ മാറി നിന്ന് കണ്ടവനാണ്. എന്നാൽ ഹാബേൽ അങ്ങനെയല്ല. ഹാബേൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവനാണ്. അങ്ങനെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഹാബേലിൽ ദൈവം പ്രസാദിച്ചു, അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. തൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് കയീൻ അറിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, കയീനിലും അവന്റെ വഴിപാടിനും പ്രസാദിച്ചില്ല. കയീൻ ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. അവൻ ഏറ്റവും കോപമുണ്ടായി. ആരോട്? അവന് രണ്ടുപേരോടും കോപമുണ്ടായി. ദൈവത്തോടും കോപമുണ്ടായി, മനുഷ്യനോടും അനിയനോടും കോപമുണ്ടായി. കോപിച്ചു, അവന്റെ മുഖം വാടി എന്നാണ് എഴുതിയിരിക്കുന്നത്. മുഖം വാടി. കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് കയീനോട് സംസാരിക്കുകയാണ്. എന്നാറെ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ?
നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യാഗവസ്തുവിനേക്കാൾ പ്രധാനമാണ്. ആടിനെ യാഗം കഴിക്കുന്നത് ആവശ്യമാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കർത്താവ് ചെന്ന് കയ്യിനോട് ചോദിക്കുന്നത്, നീ എന്തിനാണ്, നിന്റെ മുഖം എന്തിനാ വാടുന്നത്? നീ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഞാൻ പ്രസാദിക്കത്തില്ലായിരുന്നോ എന്നല്ല ചോദിക്കുന്നത്. കാര്യം ആട്ടിൻകുട്ടി അല്ല അവിടുത്തെ വിഷയം. യാഗം കഴിക്കുമ്പോൾ ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കണമെന്നൊക്കെ ഉള്ളത് പിന്നീട് ഉണ്ടായതായ നിയമങ്ങളാണ്. അത് കുഴപ്പമൊന്നുമുള്ളതല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. കർത്താവ് ചോദിക്കുന്നത്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? യാഗമല്ല വിഷയം, നിന്റെ ജീവിതമാണ് വിഷയം. നീ നന്മയുള്ളവനാകുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പ്രസാദിക്കും. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം വാതിൽക്കൽ പതുങ്ങിക്കിടക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പാപം വാതിൽക്കൽ പതുങ്ങി, സിൻ കൗച്ചത്ത് അറ്റ് ദ ഡോർ സ്റ്റെപ്പ്. ഈ ചില വീട്ടില്, പട്ടിയൊക്കെ ഉള്ള വീട്ടില്, നമ്മൾ റോഡിൽ കൂടെ പോയാൽ ചിലപ്പോൾ ചില പട്ടികൾ കിടന്ന് കുരയ്ക്കും. ചില പട്ടികൾ അങ്ങനൊന്നും കുരയ്ക്കത്തില്ല, ഗേറ്റേ തൊട്ട് കഴിഞ്ഞാൽ കുരയ്ക്കും. ചില പട്ടികളുണ്ട്, ഗേറ്റേ കയറി പിടിച്ചാലും തുറന്നാലും അത് കുരയ്ക്കത്തില്ല. കാര്യം അത് അവളെ കൊണ്ടും വലത്തൊന്നുമില്ല. വാതുക്കൽ ഇങ്ങനെ പതുങ്ങി കിടക്കും. നമ്മൾ ഇതൊന്നും അറിയാതെ നേരെ അങ്ങോട്ട് ചെല്ലും. അടുത്തോട്ട് ചെല്ലുകയും വൗ എന്ന് പറഞ്ഞ ഒറ്റ ചാട്ടമാണ്. കൗച്ച്, പതുങ്ങി കിടക്കുകയാണ്. കർത്താവ് പറയാണ്, നിന്നെ പിടിക്കാൻ പാപം പതുങ്ങിക്കിടക്കുകയാണ്, അതിന്റെ ആഗ്രഹം നിന്നോടാണ്. ആരെയും വിഴുങ്ങാൻ തയ്യാറെടുപ്പ് നടക്കുന്ന പാപം അതാണ്. ആ പാപത്തെ നീ കീഴടക്കണം, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കയ്യിനോട് പറയുകയാണ്. നീ കീഴടക്കിയില്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് കയീൻ. പാപം കയീനെ കീഴടത്തി. അത് കേട്ടിട്ട് ദൈവം അവനോട് സംസാരിച്ചിട്ട്, കാര്യം അവന് റിലേഷൻ ഇല്ല, അവൻ ദൈവവുമായിട്ട് റിലേഷൻ ഇല്ല, ബന്ധമില്ല. അവൻ മാനസാന്തരപ്പെട്ടില്ല, അവനൊരു വ്യത്യാസം ഉണ്ടായില്ല. അതാണ് കയീന്റെ പ്രശ്നം. അതാണ് അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണെന്ന് പറയാൻ കാര്യം. അവനെ നിയന്ത്രിക്കുന്നത് ദൈവമല്ല, അവനെ നിയന്ത്രിക്കുന്നത് ദുഷ്ടനാണ്. അല്ലാതെ ദുഷ്ടനിൽ നിന്ന് ജനിച്ചു എന്നർത്ഥത്തിലല്ല. പ്രത്യുത ദുഷ്ടനാൽ, പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനായ വ്യക്തി. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, സംഭവം അറിയാമല്ലോ. അവിടെ നമ്മൾ കാണുന്നത് പാപം അവനെ കീഴടക്കി. അവൻ അനുജനായ, ഞാൻ പെട്ടെന്ന് പറയട്ടെ, സമയമില്ലല്ലോ, കയീൻ അനുജനെ ആയ ഹാബേലിനെ ഇവിടെ പറഞ്ഞ് നമുക്ക് വയലിലേക്ക് പോക എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് വയലിലിരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നുകളഞ്ഞു. ആ സംഭവ ചരിത്രം ഒത്തിരി വിവരിക്കാനുണ്ട്. ഇന്ന് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്നാൽ ഹാബേൽ കയീനിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ 11-ാം അധ്യായത്തിൽ വായിച്ചല്ലോ, എന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിൽ ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ഹാബേൽ നീതിമാനായിരുന്നു. നീതിമാൻ എന്ന വാക്ക്, റൈച്ചസ് എന്ന വാക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിൽ ഇടയ്ക്കൊന്നുമില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ്. ഇടയ്ക്കൊന്നുമില്ലാത്ത അവസ്ഥ, അതാണ് നീതിമാൻ എന്ന് പറയുമ്പോൾ. അതായത് ഹാബേലിനും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലായിരുന്നു. അവൻ ദൈവത്തോട് ചേർന്ന് നടന്നവനായിരുന്നു. നമ്മളും ദൈവത്തോട് ചേർന്ന് നടക്കണം. കയീൻ ദൈവത്തോട് ചേർന്ന് നടന്നില്ല. അവൻ വിശ്വാസത്താൽ അല്ല യാഗം കഴിച്ചത്.
എന്തായിരുന്നു? നിങ്ങൾ കയ്യിനെ പോലെ ആകരുത്. യൂദായുടെ ലേഖനം 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്, നിങ്ങൾ കയ്യിനെ പോലെ ആകരുത് എന്നുള്ളത് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും. എന്താണ് കയ്യിന്റെ വഴി? ഒന്ന്, അവൻ നീതിമാനാണെന്ന് അവൻ തന്നെ ചിന്തിച്ചു. അവൻ നീതിമാനാണ്, അഥവാ അവൻ ചിന്തിച്ചു അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാൻ ദൈവം ബാധ്യസ്ഥനാണെന്ന് അവൻ ചിന്തിച്ചു. അവൻ ദൈവത്തിൽ ആശ്രയിച്ചില്ല, ദൈവകൃപയിൽ ആശ്രയിച്ചില്ല. ഇതൊക്കെയാണ് അവന്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. എന്നാൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കയ്യിന്റെ കാര്യമല്ല. താഴോട്ട് നമ്മൾ അവിടെ തന്നെ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ വിശ്വാസത്താൽ ഹാബേൽ, 4-ാം വാക്യത്തിൽ, വിശ്വാസത്തിൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെതിൽ ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു, മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നീതിമാൻ എന്നുള്ള സാക്ഷ്യം ലഭിച്ചു. അത് കയ്യിന് സഹിക്കാൻ പറ്റിയില്ല. അവൻ അസൂയ ഉള്ളവനായി തീർന്നു. ദൈവത്തിന്റെ മുന്നറിയിപ്പിനെ അവൻ അവഗണിച്ചു. കൊല അവൻ ആസൂത്രണം ചെയ്തെന്ന് നമ്മൾ കാണുന്നു. ദൈവത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയവനാണ് കയ്യീൻ. ദൈവം അവനോട് പറഞ്ഞു, നീ സൂക്ഷിക്കണം, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. അവനത് കേട്ടില്ല. അവൻ പറഞ്ഞു, എൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുത്തോളാം. അങ്ങനെ സ്വയം വഴി തിരഞ്ഞെടുത്തവനായ ആൾ. എന്നാൽ ഹാബേൽ അങ്ങനെയല്ല. ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്. അവൻ ദൈവത്തെ മുന്നിൽ നിർത്തി. കയ്യീൻ പിശാചിനെ, ദുഷ്ടനെ മുന്നിൽ നിർത്തി. ദുഷ്ടത അവന്റെ മുന്നിൽ നിന്നു. പിശാചിനെ മുന്നിൽ നിർത്തി, ദൈവത്തെ മാറ്റി നിർത്തി. ദൈവം സംസാരിച്ചത് അവൻ കേട്ടില്ല. അതുവരെ അവൻ ചേട്ടനായിരുന്നു, പക്ഷേ അവിടെ ചേട്ടനെ അനുസരിക്കാൻ അവൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ചേട്ടനെ പോലെ ആകാൻ അവൻ പരിശ്രമിക്കുന്നില്ല. അവൻ ഉത്തമമായ യാഗം കഴിച്ചെന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഹാബേൽ കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. കാരണം അത് വിശ്വാസത്തിൽ നിന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അവന് നീതിമാൻ എന്ന ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ചു. എന്ന് തന്നെയല്ല, മരണശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കണം. ഡിഫറൻ്റ് ആണെങ്കിൽ മരണം പോലും അന്ത്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊത്തിരി വിശദീകരിക്കാനുണ്ട്, ഞാൻ അതിന് മുതിരുന്നില്ല, എൻ്റെ സമയം കഴിഞ്ഞല്ലോ, ഞാൻ നിർത്തുകയാണ്. വ്യത്യസ്തത എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ എല്ലാ കാലയളവിലുമുള്ള, എല്ലാ തലമുറയിലുമുള്ള വ്യത്യസ്തരായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യകുലത്തിലെ ഒന്നാമത്തെ തലമുറ, ആദം കഴിഞ്ഞിട്ടുള്ള ഒന്നാമത്തെ തലമുറയിൽ തന്നെ വ്യത്യസ്തരായ 2 പേരുണ്ട്. ഹാബേൽ ചിന്തിച്ചു, തീരുമാനിച്ചു, ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ പോലെ ആകെയില്ല, ഞാൻ ഡിഫറൻ്റ് ആണ്, ഞാൻ ദൈവത്തെ എൻ്റെ മുന്നിൽ നിർത്തും. എൻ്റെ ചേട്ടൻ പിശാചിനെ മുന്നിൽ നിർത്തിയപ്പോൾ അവൻ ദൈവത്തെ മുന്നിൽ നിർത്തി. മരിക്കാൻ പോലും അവൻ തയ്യാറാകും. അങ്ങനെ ദൈവത്തെ മുന്നിൽ നിർത്തി വ്യത്യസ്തമായ ഒരു ജീവിതം ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.